ഹായ് മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കാം കേട്ടോ. അപ്പോൾ പ്രണവിനെ കാണാതെ തേടി പോയിരിക്കുകയാണല്ലോ എല്ലാവരും. അപ്പോൾ 6 മണി ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ഈ സമയത്ത് നിധിയും ഗൗതമും കൂടി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ കാറിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ പാറു പറയുന്നുണ്ട് കേട്ടോ, പ്രണവിനെ കിട്ടിയെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് ഓടി വരികയാണ്. ഓടി വന്നിട്ട് ചോദിക്കാൻ എന്തായും ചോദിക്കുമ്പോൾ പറയും വലിയ വിഷമത്തിൽ പറയും എവിടെയും കാണാനില്ല, പോകാറുള്ള സ്ഥലത്തൊക്കെ അന്വേഷിച്ചു, ഫ്രണ്ട് സർക്കിളും പിന്നെ എംപ്ലോയീസിൻ്റെ അടുത്തും എല്ലായിടത്തും അന്വേഷിച്ചു, ക്ലയൻറ്റിൻ്റെ അടുത്തൊക്കെ അന്വേഷിച്ചു, പക്ഷേ എവിടെയും പ്രണവ് ചെന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും പാറുവിന് ഇങ്ങനെ തലച്ചിട്ടാണ്. പാറു ഇങ്ങനെ സോഫയിലേക്ക് ഇങ്ങനെ ഇരിക്കും. ആ സമയം അപ്പോഴേക്കും മറ്റേ ശിവാനിയും വസും കൂടി വന്നിട്ടുണ്ടോ, ബാക്കിൽ വന്നിട്ടുണ്ടേ. അപ്പോൾ പറയും, അപ്പോൾ ഗൗതം ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പാറുവിനെ, ഇല്ലമ്മേ കിട്ടും, അവനെന്തായാലും കിട്ടാതിരിക്കില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ശിവാനി അലറിയിട്ട് വരുന്നുണ്ട് അവിടെ നിന്ന്, ഇല്ല കിട്ടാൻ പോകണില്ല, പ്രണവിനെ കിട്ടാൻ പോകണില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും നിങ്ങൾ രണ്ടുപേരും കൂടി എന്തോ ചെയ്തിട്ടുണ്ട്, സ്വന്തം ബിസിനസ് തുടങ്ങാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങളുടെ സ്വത്ത് പോകുമെന്ന് വിചാരിച്ച് നിങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ട്. എൻ്റെ കണ്ണുമുമ്പിൽ നിങ്ങൾ കൊലയാളികൾ തന്നെയാണ്, സത്യം പറയാം, എൻ്റെ പ്രണവിനെ എന്താ ചെയ്തതെന്ന് ചോദിച്ചിട്ട് ഭയങ്കര ബഹളം വയ്ക്കുന്നു കേട്ടോ. അപ്പോൾ നിധിയും ഗൗതമും കൂടി ചൂടാവുണ്ട്. ഗൗതം പറയുന്നത് അല്ലെങ്കിൽ ഞാൻ എനിക്ക് സമ്മതം തെറ്റി നിൽക്കുകയാണ്, ശിവാനി ആ സമയത്ത് ഓരോന്ന് തോന്നിയത് വിളിച്ചു പറയല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും കൂടി ഇവിടെ നാടകം കളിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ, പ്രണവിനെ തിരയണ മാതിരി. സത്യം പറഞ്ഞു എൻ്റെ പ്രണവിനെ എന്താ ചെയ്തതെന്ന് പറയുന്നുണ്ട് ശിവാനി വീണ്ടും. അപ്പോൾ നിധി ചീത്ത പറയുന്നുണ്ട് കേട്ടോ, നീ ഒന്നും ഉണ്ടായിരുന്ന ശിവാനി, നിന്നെക്കാളും മുന്നേ ഞാൻ കാണാൻ തുടങ്ങിയത് അവനെ, നിനക്കുള്ളേക്കാളും കൂടുതൽ ടെൻഷൻ ഉണ്ട് ഞങ്ങൾക്ക്, നിനക്ക് എന്താ ഞങ്ങളെ കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുമ്പോൾ അതിനിടയ്ക്ക് വാസു കയറി നിധീനെ ചീത്ത പറയുന്നുണ്ട്. നീ പിണ്ടാതിരിക്കടി, നീ വലിയ വാചകമൊന്നും അടിക്കണ്ട, നീ എന്ന് വന്ന് കയറി അന്ന് തൊട്ട് തുടങ്ങിയത് ഈ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, എന്നിട്ട് അവൾ നല്ല പിള്ള ചമയാൻ നടക്കുക, അപ്പോൾ അത് രാത്രിക്ക് അവനെ പിടിച്ച് ചീത്തയും പറഞ്ഞിട്ട് ഓടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാസു വീണ്ടും നിതിയുടെ മേൽ കയറിയിട്ടുണ്ട്. പ്രണവിന് എന്തെങ്കിലും സംഭവിച്ചോ അതിൻ്റെ മുഴുവൻ കാരണക്കാരി നീയായിരിക്കുന്നു പറഞ്ഞിട്ട് നിധിയുടെ അടുത്ത്. അപ്പോൾ പാറു പറയുന്നുണ്ട്, അങ്ങനെ പറയല്ലേ വാസു, എൻ്റെ മോനെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, അവനെ എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം പാറുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ശിവാനി വീണ്ടും വെറുതെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുക കേട്ടോ. ശിവാനി പറയുന്നുണ്ട്, അയ്യോ സ്വന്തമായിട്ട് തൊഴിൽ ആരംഭിക്കാമെന്ന് വിചാരിച്ചത് ഇത്ര വലിയ തെറ്റാണോ, അതിന് പ്രണവിന് ഈ ഗതി വരുത്തിയില്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ഇത് വാസു പറയേണ്ട അടുത്ത് ഞങ്ങൾ പറ്റാവുന്നിടത്തൊക്കെ നോക്കിയിട്ടുണ്ട്, ഇനി എവിടെയും തരാനില്ല, അവനെക്കുറിച്ച് വിവരം കിട്ടിയിട്ടില്ല, ഇനി എന്തായാലും നമുക്ക് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാറു പറയുന്നുണ്ട് ശരി വേഗം ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം തടുക്കുകയാണ്. ഗൗതം പറയുന്നുണ്ട് വേണ്ട, ഇന്ന് വൈകുന്നേരം വരയ്ക്ക് കാത്തു നോക്കാം, അതിനുശേഷം ഒന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം അവന് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതൊരു വലിയ ഇഷ്യൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടപ്പോൾ ശിവാനി പറയണം, എനിക്ക് മനസ്സിലായി, നിങ്ങളിത് എന്താ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി, അങ്ങനെ പോലീസുകാർ വന്നു കഴിഞ്ഞാൽ നിങ്ങളും കുടുങ്ങും, നിങ്ങൾ പ്രണവിനെ ടോർച്ചർ ചെയ്തതൊക്കെ വെളിച്ചത്ത് വരും, അതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെ പേടിച്ചിട്ട് പറയണേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം പറയുന്നുണ്ട് നിധി ഇത് പറയുന്നുണ്ട് കേട്ടോ. നിധി പറയുന്നുണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു നാടി, ഗൗതം ഈ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയണത്, ഇതൊരു ഇഷ്യൂ അത് അവനും ഈ കുടുംബത്തിന് നാണക്കേടാണ്, അതുകൊണ്ട് അങ്ങനെ സംസാരിക്കണേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൗതം പറയും, ഈ ഒരു സമയത്ത്, അതായത് അവൻ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയമാണ്, ഈ സമയത്ത് ഇതൊരു ഇഷ്യൂ ആയി കഴിഞ്ഞാൽ ഈ ഒളിച്ചോടിക്കാരൻ്റെ കൂടെ ബിസിനസ് ചെയ്യാനായിട്ട് ആരും തയ്യാറാവില്ല, അത് അവൻ്റെ ബിസിനസ്സിനെ നന്നായി ബാധിക്കും, ക്ലയൻറ്റ് അങ്ങനെ ഒരാളെ വിശ്വസിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇന്നൊരു ദിവസം കാക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പറയുമ്പോൾ വസുവിന് ബോധ്യപ്പെടും. അപ്പോൾ വസു ശിവാനിനെ ആശ്വസിപ്പിച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് നിധിയും ഗൗതമും കൂടി റൂമിലേക്ക് പോകണം കേട്ടോ. നിധി പറയേണ്ടത് ഇനി ബാക്കിയുള്ള ആരെങ്കിലുമൊക്കെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അവിടെ എത്തിയിട്ട് രണ്ടുപേരും കൂടി ചർച്ച ചെയ്യാണ് ശിവാനിയുടെ ആ ഒരു സിറ്റുവേഷനിലുള്ള പെർഫോമൻസ് ഒക്കെ വെച്ചിട്ടിട്ട്. എന്നിട്ട് പറയുന്നുണ്ട് ശിവാനി എന്തോ പ്ലാൻ ചെയ്ത മാതിരിയാണ് എല്ലാം. ശിവാനി എനിക്ക് തോന്നുന്നത് പ്രണവിനെ കാണാതെയായിൽ ശിവാനിക്ക് നല്ല പങ്കുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ഗൗതം. അപ്പോൾ നിധിയും പറയണത് തന്നെയാണ്, എനിക്കും നല്ല സംശയമുണ്ട്, എല്ലാം പ്ലാൻ ചെയ്ത പോലെയാണ് അവളുടെ സംസാരം, അല്ലെങ്കിൽ പ്രണവിനെ അടിച്ചത് ആ വീഡിയോ എടുത്ത് വയ്ക്കണതിന് പകരം അവൾ വന്നിട്ട് വീഡിയോ എടുത്ത് വയ്ക്കണതിന് പകരം അവൾ വന്നിട്ട് അത് തടയേണ്ടതായിരുന്നു, ഇതൊക്കെ അവളുടെ പ്ലാനാണ്. അപ്പോൾ ഗൗതം പറയണ്ടിട്ടാ, ഇങ്ങനെയാണെങ്കിൽ അവളോട് ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല, നല്ല രീതിയിൽ ചോദിച്ചാലേ അവൾ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗൗതം ദേഷ്യപ്പെട്ടിട്ട് അവളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ പറയുന്നുണ്ട് നിധി പറയും വേണ്ട, നമുക്ക് അങ്ങനെ ചെയ്യേണ്ട, ഇപ്പോൾ അവൾ വെറും സംശയം മാത്രമേ നമുക്കുള്ളൂ, അത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് അവളോട് ചോദിക്കാൻ പാടുള്ളൂ, അല്ലാത്തടത്തോളം കാലം അവൾ എന്തായാലും അത് സമ്മതിച്ച് തരാനും പോണില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം ACPയുടെ അടുത്ത് പോയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം, എന്നിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാം, അതിന് ശേഷം മാത്രം അവളോട് ചോദ്യം ചെയ്താൽ മതി എന്ന് പറയും കേട്ടോ. അങ്ങനെ ഗൗതമിനെ ഒരുവിധം ആശ്വസിപ്പിച്ചിട്ട് നിധി പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ശിവാനി അവിടെ നടക്കുന്നുണ്ട്. ശിവാനിയാണെങ്കിലോ ഈ സമയത്ത് തന്നെ പോയിട്ട് പോലീസിനോട് കംപ്ലയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതും ഗൗതമിന് സംശയമുള്ള രീതിയിൽ പോയി പരാതി കൊടുത്തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ശിവാനി ഇങ്ങനെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇവർ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഗൗതം ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഇതാ വരുന്നു 2 പോലീസുകാർ കയറിയിട്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതിലാരാ ഗൗതം, ആരെവിടെ ഗൗതം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും ഞാനാണ് സർ എന്ന് പറയും. അപ്പോൾ പറയും ഇങ്ങനെ പ്രണവിനെ കാണാതായ കേസിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കെതിരെ സംശയമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയും എനിക്കെതിരെ സംശയമോ, അതാരാ സാർ ഇങ്ങനെ ഒരു പരാതി തന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ശിവാനി പറയും ഞാനാ കംപ്ലയിൻറ്റ് കൊടുത്തതെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും വസുവും പാറുവൊക്കെ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ രണ്ടുപേരും ഞെട്ടി. വസുവിനെ അത് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. വസു ചോദിക്കുന്നത് നീ എന്ത് പണി ശിവാനി കാണിച്ചത്, എന്ത് പ്രാന്ത കാണിച്ചത്, നീ എന്തിനാ ഒരു വാക്ക് പോലും എന്നോട് ചോദിക്കാതെ ഗൗതമിനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി പറയും അതിനോട് ക്ഷമിക്കണം ആൻറ്റി, എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല, എൻ്റെ പ്രണവിനെ ജീവനോടെ കിട്ടണം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എനിക്ക് ഇവരെ നല്ല സംശയമുണ്ട്, ഇവർ പ്രണവ് ബിസിനസ് തുടങ്ങുന്നതിന് എതിരാണല്ലോ, അപ്പോൾ ഇവരെന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോയി കംപ്ലയിൻറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട് സാർ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയതിൻ്റെ പേരിൽ സാർ ഇറങ്ങിത്തിരിക്കുന്നതിന് മുന്നേ ഞാനിവിടെ എൻ്റെ അനിയനെ കാണാത്തതിൻ്റെ പേരിൽ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, ഞാനിത് ACPയുടെ അടുത്തേക്ക് ഇതേ ഇപ്പോൾ ഇറങ്ങിയുള്ളൂ എന്ന് പറയും കേട്ടോ. ACP എന്നൊക്കെ പറഞ്ഞാൽ ഞാനങ്ങോട്ട് വിറയ്ക്കുന്ന വിചാരിച്ചു, ഒരു കംപ്ലയിൻറ്റ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അന്വേഷിച്ചേ പറ്റൂ, അതുകൊണ്ട് ചോദ്യം ചെയ്യാൻ വന്നതാണെന്ന് പറയും കേട്ടോ. സത്യം പറയാം നിങ്ങൾ എന്ത് ചെയ്തു പ്രണവിനെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഗൗതം പറയുന്നുണ്ട് സാർ ഞാൻ ആകെ ടെൻഷനിലാണ് നിൽക്കുന്നത് എൻ്റെ അനിയനെ കാണാണ്ടായിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശിവാനി പറഞ്ഞു അതിന് സ്വന്തം അനിയനൊന്നല്ലല്ലോ. അപ്പോൾ വസു ശിവാനീനെ വിളിക്കുന്നുണ്ട് കേട്ടോ, ശിവാനി ഒന്നും മിണ്ടാതിരിക്കേ എന്ന് പറയുന്നുണ്ട്. പോലീസുകാരെ നിർബന്ധം പിടിക്കണം കേട്ടോ, എന്തായാലും കൊണ്ടുപോയേ പറ്റൂ, നിങ്ങൾ എന്തായാലും വന്നേ പറ്റൂ, സ്റ്റേഷനിലേക്ക് നടക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാറിന് അത് എത്ര പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഒരു കാര്യം ആദ്യം ഞാൻ പറയുന്നത് ഒരു കാര്യം കേൾക്കുക പറയും, ഇല്ല നിങ്ങൾക്ക് ഇനി ഇത്ര മര്യാദ കിട്ടുള്ളൂ, സ്റ്റേഷനിലേക്ക് നടക്കുന്നു പറഞ്ഞിട്ട് മറ്റേ പോലീസുകാരൻ വന്നിട്ട് പിടിക്കും കേട്ടോ. ഗൗതമിനെ വിളിക്കുന്ന സമയത്ത് ഗൗതം പറയും ശരി, ഇന്നലെ പ്രണവ് ഇവിടെ നിന്ന് രാത്രി കിടന്നുറങ്ങിയ പ്രണവിനെ രാവിലെ എണീറ്റിട്ട് കാണാനില്ല, അതാണല്ലോ പ്രശ്നം. പക്ഷേ ഇവിടെ CCTV ഉണ്ടല്ലോ, അപ്പോൾ എല്ലാം സാർ പരിശോധിച്ചതിന് ശേഷം മാത്രം ഒരു നടപടി എടുത്താൽ മതി, അങ്ങനെ പിന്നെയും സാറിൻ്റെ സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വരാം, ഇവിടുത്തെ CCTV ഫുട്ടേജ് സാറൊന്ന് നോക്കണം എന്ന് പറയട്ടോ. അപ്പോൾ സാർ അത് ശരിയാണല്ലോ എന്ന് പറയട്ടോ പോലീസുകാരൻ. എന്നിട്ട് വന്നിട്ട് ലാപ്ടോപ്പ് എടുത്ത് കൊടുത്തിട്ട് നിധിയുടെ അടുത്ത് ചോദിക്കും ഇന്നലെ ലാസ്റ്റ് എപ്പോഴാണ് നീ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഏകദേശം 1 മണിക്ക് കാണുമെന്ന് പറയട്ടോ. ആ 1 മണിക്ക് ശേഷമുള്ള CCTV ഫുള്ളും ഓപ്പണാക്കി വെച്ച് കൊടുക്കും. എന്നിട്ട് പോലീസിൻ്റെ അടുത്ത് പറയും കേട്ടോ, സാർ ഇത് കാണണം എന്ന് പറഞ്ഞിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു 1 മണി കഴിഞ്ഞ സമയത്ത് പ്രണവ് ഇറങ്ങിപ്പോണ്ട്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആരും വരികയും പോകുന്നൊന്നും കാണുന്നില്ല. പിന്നെ രാവിലെ എണീറ്റിട്ട് ഇവർ ഓരോ സ്ഥലത്തേക്ക് പ്രണവിനെ തപ്പി പോകുന്നതും ഇവർ തിരിച്ചു വരുന്നതും ഒക്കെ മാത്രം, പിന്നെ പോലീസ് വരുന്നതും അത് മാത്രമാണ് കേട്ടോ അതിൽ കാണാനുള്ളത്. എന്നിട്ട് ഗൗതം പറയും അപ്പോൾ ഇനി സാറിന് എന്താ തോന്നണേ, രാത്രി ഉറങ്ങിക്കിടന്ന പ്രണവാണ്, ഞാനും ഇവിടുന്ന് രാത്രി പുറത്ത് പോയിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ ഇവിടുന്ന് പോയിട്ട് പ്രണവിനെ എന്ത് ചെയ്തു എന്ന് സാർ ഈ പറയണേന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പോലീസ് ശിവാനി നോക്കിയിട്ട് പറയും ശരിയാണല്ലോ ശിവാനി, ഇത് പറഞ്ഞ പ്രകാരം ഗൗതമിനെ കുറ്റക്കാരനായിട്ട് കാണാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ശിവാനി വിടുന്നില്ല. ശിവാനി പറയും പിന്നെ ഏതെങ്കിലും പ്രതികൾ അവർ ചെയ്ത കുറ്റം സമ്മതിക്കും സാർ, ഈ ഗൗതം വീട്ടിൽ തന്നെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഇവരുടെ ആൾക്കാരെങ്കിലും പുറത്തുണ്ടായിട്ട് പ്രണവിനെ ആക്രമിച്ചതാണെങ്കിലോ, ഇങ്ങനെയൊന്നും ചോദ്യം ചെയ്താൽ പോരെ സാർ, ഇങ്ങനെ ചോദ്യം ചെയ്താൽ ഇവർ സത്യം പറയില്ലേ സാർ, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്തേ പറ്റൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ പോലീസ് പറയും അതൊന്നും പറ്റില്ല, താൻ പറഞ്ഞത് പ്രകാരം അന്വേഷിക്കാനാണ് ഞാൻ വന്നത്, പക്ഷേ ഈ CCTV ദൃശ്യപ്രകാരം ഗൗതമിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഗൗതം കുറ്റക്കാരനല്ല. അപ്പോൾ ഗൗതം പറഞ്ഞിട്ട് കണ്ടില്ലേ സാർ, ഇവളെല്ലാം കണ്ട പോലെയാണ് സംസാരിക്കുന്നത്, ഇവൾക്ക് ഇതിൻ്റെ പിന്നിൽ എന്തോ പങ്കുള്ളതെന്ന് എനിക്ക് തോന്നണേ, സത്യം പറ ശിവാനി നിനക്ക് ഇതിൻ്റെ പിന്നിൽ പങ്കുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ശിവാനി കണ്ടോ സാർ, ഇതേ എന്നെ കുറ്റക്കാരിയാക്കാൻ നോക്കുക, അതാ ഞാൻ പറഞ്ഞേ, ഇവരെങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ പോലീസുകാരൻ പറയും ഇതിൽ പ്രകാരം എനിക്ക് എന്തായാലും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നിട്ട് ഗൗതമിൻ്റെ അടുത്ത് പറയും ഗൗതം ഒരു കംപ്ലയിൻറ്റ് കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് അന്വേഷിച്ചേ പറ്റൂ, അപ്പോൾ എന്തായാലും വിളിക്കുമ്പോൾ സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും, സഹകരിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും ഓക്കെ എന്ന് പറയുന്നുണ്ട് ഗൗതം. അങ്ങനെ പറഞ്ഞിട്ട് പോലീസുകാരൻ ഇറങ്ങിപ്പോയിട്ടോ. പക്ഷെ പ്രണവിനെ കുറിച്ച് ഇപ്പോഴും ഒരു വിവരമൊന്നുമില്ല, എല്ലാവരും അവരവരുടെ വഴിക്ക് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പോൾ CCTV ദൃശ്യം ഉള്ളതുകൊണ്ട് നമ്മുടെ ഗൗതം തൽക്കാലം രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ശിവാനിൻ്റെ 2 പേർക്കും സംശയമുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.